ഹലോ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മിത്രങ്ങളെ, നമ്മുടെ കേരളത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മീനച്ചൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 400ഓളം യുവമിഥുനങ്ങളായ തരുണീമണികളെ തട്ടിക്കൊണ്ടുപോയി. പഞ്ചായത്തിലെ ഉള്ള പോലീസ് സ്റ്റേഷൻ, മീനച്ചൽ പോലീസ് സ്റ്റേഷൻ ഇത് അന്വേഷിച്ചിട്ടില്ല. അതേപോലെ കേരളത്തിലെ പോലീസ് സംവിധാനം നിഷ്ക്രിയമായിരിക്കുകയാണെന്നാണ്. പോലീസ് വകുപ്പ് ആരാ കൈകാര്യം ചെയ്യണം? പിണറായി വിജയനല്ലേ? പിണറായി വിജയനൊന്നും അറിഞ്ഞിട്ടില്ലേ? ഒരു ഗ്രാമപഞ്ചായത്തിൽ തന്നെ 400ഓളം ആൾക്കാരെ, യുവമിഥുനങ്ങളായ ക്രിസ്ത്യൻ യുവതികളെ തട്ടിക്കൊണ്ടുപോയിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് അറിയില്ല. അതേപോലെ ഓരോ പഞ്ചായത്തുകളിൽ നിന്ന് ക്രിസ്ത്യൻ യുവതികളെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്, ഹിന്ദു യുവതികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നത്, മുസ്ലിം യുവാക്കൾ. ഇതൊന്നും അന്വേഷിക്കാനോ കണ്ടെത്താനോ കേരളത്തിൽ പിണറായി സർക്കാർ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി സർക്കാർ നിരുത്തരവാദപരമായിട്ടാണ് പോകുന്നത്. കേന്ദ്രം ഇടപെടണം, തീർച്ചയായിട്ടും. കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് ഇതിനൊരു തീർപ്പുണ്ടാകണമല്ലോ. ലവ് ജിഹാദാണ്, മൊത്തം ലവ് ജിഹാദാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുമില്ല കേരളത്തിൽ. കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഇടപെടണം. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ഹിന്ദു സ്ത്രീകൾക്കും ക്രിസ്ത്യൻ സ്ത്രീകൾക്കും തരുണിമണികൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? മുസ്ലിം യുവാക്കളാണ് തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. എന്താണ് ചെയ്യുക? ഇങ്ങനെയാൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാവി, കേരളത്തിൻ്റെ ഭാവി എന്താണ്? ആലോചിച്ചിട്ടൊരു എത്തുമ്പടി കിട്ടുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെക്കുക, ഉമ്മൻചാണ്ടി അല്ല, പിണറായി വിജയൻ തീർച്ചയായിട്ടും രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, എല്ലാവരും പ്രതികരിക്കാൻ ആളില്ലെന്നേ. ആരാണ് പ്രതികരിക്കുന്നത്? കേരളത്തിൽ പ്രതികരണ ശേഷിയുള്ള യുവാക്കൾ കുറഞ്ഞു പോയി തോന്നുന്നു. മുമ്പെന്ന് പറയുമ്പോൾ രാത്രികാലങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെതിരായിട്ട് പ്രതികരിക്കാൻ ആരുമില്ല. യുവാക്കളൊന്നും രംഗത്ത് വരുന്നില്ല. ലവ് ജിഹാദാണെന്നേ, മൊത്തം ലവ് ജിഹാദാണ്. എന്താ ചെയ്യുക?